രാജഗോപാൽ സർ, ഇന്ത്യയ്ക്ക് മേൽ വീണ്ടും വീണ്ടും സമ്മർദ്ദം ചെലുത്തുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് H-1B വിസ കാറ്റഗറിക്കുള്ള ഫീസ് കുത്തനെയാണ് ഉയർത്തിയിരിക്കുന്നത്. 88 ലക്ഷം മുതൽ 1 കോടി രൂപ. ഇതിനിടയിലാണ് ഈ ഫീസിന്റെ ഒരു വർധനവ് എന്ന് പറയുന്നത്. H-1B വിസയിൽ നമുക്കറിയാം ഒട്ടനവധി ഇന്ത്യക്കാർ അമേരിക്കയിലുണ്ട്. അവരവിടെ സെറ്റിൽഡ് ആണ്. അവരുടേതായ സ്വന്തമായ കമ്പനികൾ അമേരിക്കയിൽ ഈ വിസ വഴി സ്ഥാപിച്ചവരുണ്ട്. ഒട്ടനേകം ടെക്കുകളൊക്കെ ഇന്ത്യൻ ടെക്കുകളൊക്കെ ഉണ്ട്. യഥാർത്ഥത്തിൽ ഈ H-1B വിസ കാറ്റഗറിയിലുള്ള ഫീസ് ട്രംപ് ഈ രീതിയിൽ വർദ്ധിപ്പിക്കുന്നത് വഴി ഇത് ആർക്കാണ് ദോഷം ചെയ്യാൻ പോകുന്നത്? അമേരിക്കയ്ക്ക് തന്നെ ഇതൊരു വലിയ തിരിച്ചടിയാകാൻ സാധ്യതയുണ്ടോ? ഒപ്പം അവിടെയുള്ള ഇന്ത്യക്കാർ ആശങ്കപ്പെടേണ്ട സാഹചര്യമാണോ? ഒപ്പം എന്താണ് സാർ ഈ ട്രംപ് ഇങ്ങനെ പെരുമാറാനുള്ള ഒരു കാരണം? ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഇന്ത്യക്കാർ ആദ്യ ഘട്ടത്തിലൊന്ന് ആശങ്കപ്പെടണം. ഇയാളെ പെട്ടെന്നുള്ള തീരുമാനം, അമേരിക്കൻ പ്രസിഡന്റിന്റെ പെട്ടെന്നുള്ള തീരുമാനം നമ്മൾ ആദ്യം ഒന്ന് ആശങ്കപ്പെടണം. പക്ഷെ ഇപ്പോഴതിന് കൃത്യമായ ക്ലാരിറ്റി വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആശങ്കപ്പെടേണ്ടതില്ലെന്നാണ് അവിടെ നിന്ന് വരുന്ന അമേരിക്കയിൽ നിന്ന് വരുന്ന വാർത്തകൾ. അതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, അമേരിക്കൻ കമ്പനികൾ ട്രംപിന്റെ മേൽ സമ്മർദ്ദം ഉണ്ടാകും. തീർച്ചയായിട്ടും സമ്മർദ്ദം ഉണ്ടാകും ഈ തീരുമാനത്തിൽ, ഈ കടുത്ത തീരുമാനത്തിൽ. നമ്മള് മുമ്പ് സൂചിപ്പിച്ചതുപോലെ H-1B വിസയ്ക്ക്, അതായത് ഈ സ്കിൽഡ് ആയിട്ടുള്ള ഏറ്റവും മിടുക്കരായ തൊഴിലാളികൾ എന്ന് പറയുമ്പോൾ IT, ആരോഗ്യം, ആ മേഖലകളിലൊക്കെ, എഞ്ചിനീയറിംഗ് മേഖലകളിലാണ്. അവിടെയുള്ള ഏറ്റവും മികച്ച ആളുകൾക്ക് വിദേശ കമ്പനികൾ അവരെ റിക്രൂട്ട് ചെയ്യുമ്പം അവർക്ക് വിദേശ രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യാം. അതിനുവേണ്ടി കൊടുക്കുന്നത് താൽക്കാലിക വിസയാണ്. ഇത് കേട്ടോ, താൽക്കാലിക വിസയാണ്. 3 വർഷത്തേക്കാണ് അതിന്റെ കാലാവധി ഉള്ളത്. പിന്നെ 3 വർഷം കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാം. അങ്ങനെ 6 വർഷമേ ആ രാജ്യത്ത് നമുക്കവിടെ പിന്നെ ഈ വിസ പ്രകാരം താമസിക്കാൻ എത്തുള്ളൂ. ആദ്യഘട്ടങ്ങളിലൊക്കെ ഇതിന് ചെറിയ ഫീസായിരുന്നു. ചെറിയ ഫീസാണ് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ ഈ അടുത്ത സമയത്ത് അത് 3.5 മുതൽ 5 ലക്ഷം വരെ ആയിട്ടുണ്ട്. 3.5 മുതൽ 5 ലക്ഷം വരെ തുക കൊടുത്താൽ മതി. ഒരു വർഷത്തേക്കുള്ള ഫീസാണത്. ആ തുകയാണ് ഒറ്റയടിക്ക് 88 ലക്ഷം മുതൽ 1 കോടി വരെ ആക്കി വർദ്ധിപ്പിച്ചു കളഞ്ഞത്. ഇന്ന് ഒപ്പിടുകയാണ്. ഇന്നിപ്പോ 21 ഇന്ന് ഒപ്പിടുകയാണ് ട്രംപ്. ഇന്ന് നിയമം രാത്രി പ്രാബല്യത്തിൽ വരാൻ പോവുകയാണ്. വലിയ ആശങ്കയുണ്ടാവും സ്വാഭാവികമായിട്ട്. പിന്നെ അവിടെ താമസിക്കുന്ന, അവിടെ ഈ വിസയിൽ പോയിരിക്കുന്ന ആളുകൾക്ക് ആശങ്കയുണ്ട്. അതേപോലെ തന്നെ അമേരിക്കയിലെ കമ്പനികൾക്കും വലിയ വലിയ ആശങ്കയുണ്ട്. നമ്മുടെ ഒരുപാട് പ്രത്യേകിച്ച് IT ടെക്കുകളെയാണ് കൂടുതലായിട്ട് ബാധിക്കുന്നത്. അത് മൈക്രോസോഫ്റ്റ് അവിടെ ആദ്യം തന്നെ അവരുടെ ആശങ്ക അറിയിച്ചു കഴിഞ്ഞു ഈ കാര്യത്തിലുള്ളത്. ഇന്ത്യൻ തൊഴിലാളികളെങ്ങനെ മടങ്ങിപ്പോയാൽ, പെട്ടെന്ന് അവർക്ക് തിടുക്കപ്പെട്ട് പോകേണ്ടി വന്നാൽ എന്ത് ചെയ്യും? വലിയ പ്രശ്നമാകും. നമ്മുടെ കമ്പനിയിലെ TCS, ഇൻഫോസിസ്, പിന്നെ വിപ്രോ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ അമേരിക്കൻ മാർക്കറ്റിലെ വലിയ നന്നായിട്ട് ജോലി ചെയ്ത് വരുമാനം ഉണ്ടാക്കുന്ന കമ്പനികളാണ് ഇതെല്ലാം. ഇപ്പൊ നാളെ രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ അറിയാം, സ്റ്റോക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ അറിയാം ഇതിന്റെയൊക്കെ വിലകളൊക്കെ എവിടെ പോകും. പറഞ്ഞില്ലേ, കൃത്യമായൊരു തീരുമാനം വന്നില്ലെങ്കിൽ അതിന്റെ വിലകളൊക്കെ നന്നായിട്ട് ഇടിയാൻ സാധ്യതയുണ്ട്. അത്ര വളരെ ഭീഷണിയാണ് നമുക്ക് വരുന്നത്. വിമാനത്താവളങ്ങളിലെ കാര്യങ്ങളൊക്കെ ഇത് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് വരുന്നത് കണ്ടു, ഇന്നലെ റിപ്പോർട്ടുകൾ വരുന്നത് കണ്ടു. ഇന്ത്യയിൽ നിന്നുള്ള വിമാന ടിക്കറ്റിൽ ക്യാൻസലേഷൻ കാര്യമായിട്ട് നടക്കുകയാണ്. ആളുകളെല്ലാം അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഈ വിസയിൽ പോയ ആളുകൾ വളരെ പെട്ടെന്ന് നാട്ടിലേക്ക് മടങ്ങാനും, ചിലര് നാട്ടിലേക്ക് മടങ്ങിയാൽ എങ്ങനെയായിരിക്കും, അമേരിക്കയിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഇനി തിരിച്ചു പോകാൻ പറ്റുമോ, അങ്ങനെയുള്ള ആശങ്കയിൽ നിൽക്കുന്നുണ്ട്. ഈ വിസ ക്യാൻസലേഷൻ സംബന്ധിച്ച് ആദ്യം ഒരു ക്ലാരിറ്റി ഇല്ലായിരുന്നു ഈ കാര്യത്തിൽ. പക്ഷെ ഇപ്പോഴും വൈറ്റ് ഹൗസ്, അമേരിക്കൻ ഭരണകൂടം അത് വ്യക്തമായിട്ട് ഇന്നലെ രാത്രി ഒരു ഉത്തരവ് വന്നിട്ടുണ്ട്. ആ ഉത്തരവ് പ്രകാരം പറയുന്നത്, ഇപ്പോൾ വിസയിൽ ജോലി ചെയ്യുന്നവര്, ഇപ്പോൾ H-1B വിസയിൽ ജോലി ചെയ്യുന്ന ടെക്കുകൾക്കാർക്കും ഈ ഉത്തരവ് ബാധകമല്ല. അവർക്ക് അവിടെ തുടരാം. അവർക്ക് 3 വർഷമോ വരെയോ അല്ലെ 6 വർഷം വരെയോ തുടരാം. പുതിയതായിട്ട് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നവരാണ്, അപേക്ഷിക്കുന്നവർക്കാണ് ഇത് ബാധകമാകുന്നത്. അതൊരു ആശ്വാസവാക്ക് തന്നെയാണ്. അത് അവിടെ നിന്നുണ്ടായ വലിയ ആശ്വാസവാക്കാണ്. പക്ഷെ അതിനകത്തൊരു അപകടമുണ്ട്. ഈ പരിധിയിൽ വന്ന് നിൽക്കുന്ന 5-5.5 വർഷമൊക്കെ കഴിഞ്ഞവരെന്ത് ചെയ്യും? അല്ലെങ്കിൽ 6 വർഷത്തോട് അടുക്കുന്നവരെന്ത് ചെയ്യും? അങ്ങനെയുള്ളവർക്ക് അവിടെ പിന്നെ പിടിച്ചു നിൽക്കാനൊക്കത്തില്ല. അവർക്ക് മടങ്ങേണ്ടി വരും, മടങ്ങേണ്ടതായ സാഹചര്യങ്ങളുണ്ടാകും. എന്തായാലും 1-2 ദിവസത്തേക്കകം ഉത്തരവ് സംബന്ധിച്ച് വളരെ കൃത്യമായൊരു വിവരം നമുക്ക് ലഭിക്കുമെന്നാണ് തോന്നുന്നത്. അപ്പൊ ട്രംപിന് എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു തോന്നൽ വന്നതെന്ന് നമുക്ക് തോന്നാം, അല്ലേ? എന്തുകൊണ്ടാണ് പുള്ളിക്ക് എല്ലാം തോന്നലുകളാണല്ലോ, പെട്ടെന്ന് തോന്നുക, ഓരോ തീരുമാനങ്ങൾ എടുക്കുക, ഓരോ തിരുത്തുക, ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഒരു ഹോബി എന്ന് പറയുന്നത്. അദ്ദേഹം 2-3 ദിവസമായിട്ട് ബ്രിട്ടനിലായിരുന്നു. ബ്രിട്ടനിലെ എല്ലാവർക്കും അറിയാവുന്നതുപോലെ അത്ര നല്ല സാഹചര്യങ്ങളല്ല നിലവിലുള്ളത്. അവിടെ കുടിയേറ്റം വലിയ പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ്.
പല സ്ഥലങ്ങളിൽ നിന്നും വന്ന, പല രാജ്യങ്ങളിൽ നിന്നും വന്ന കുടിയേറ്റങ്ങൾ വർഷങ്ങളായിട്ട് തുടരുന്ന ഒരു കാര്യമാണ് അവിടുത്തെ ബ്രിട്ടനിലെ കുടിയേറ്റം എന്ന് പറയുന്നത്. അത് അവിടുത്തെ ആഭ്യന്തര ഇന്റേണൽ സെക്യൂരിറ്റിക്കും അല്ലെങ്കിൽ ജനങ്ങളുടെ ജീവിതത്തിനും വരെ വലിയ പ്രശ്നമായിരിക്കുകയാണ്. അവിടുത്തെ പഴയ ബ്രിട്ടീഷുകാർക്കൊക്കെ താമസിക്കാൻ പറ്റുന്നില്ല, അവർക്ക് അവിടെ ജീവിക്കാൻ പറ്റുന്നില്ല. ഈ കുടിയേറ്റക്കാരെ രാജ്യം കൈയടക്കുന്നു. അങ്ങനെയാണ് അവിടുത്തെ പ്രചരണം വന്നിരിക്കുന്നത്. അതിനെതിരെ ഒരു വലിയ പ്രതിഷേധം കഴിഞ്ഞ ആഴ്ച അവിടെ ബ്രിട്ടനിലുണ്ടായി. ഉണ്ടായ സമയത്താണ് ഈ വളരെ ഗൗരവമായിട്ട് ലോകം ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ആദ്യമൊക്കെ ചില സൂചനകൾ ഉണ്ടായിരുന്നു. വലിയ താമസിയാതെ ഏതാണ്ട് ഒരു 5-10 വർഷത്തിനകം ബ്രിട്ടൻ എന്ന് പറയുന്നത് പിന്നെ ഒരു മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായിട്ട് മാറും. അതിന്റെ ചില തെളിവുകളും കാര്യങ്ങളും ഡേറ്റ ഒക്കെ പുറത്തു വരുന്നുണ്ടായിരുന്നു. പക്ഷെ വളരെ പെട്ടെന്ന് ഈ പ്രക്ഷോഭം കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇതിന്റെ ഒരു ഗൗരവം മനസ്സിലായത്. അതോടൊപ്പം തന്നെ ഈ വൈറ്റ് ഹൗസിൽ ട്രംപിനോടൊപ്പം ഒരേ പായ കിടന്നുറങ്ങിയ ഇലോൺ മസ്ക് അല്ലെ, ഒരേ പായിലാണ് കിടന്നുറങ്ങിക്കൊണ്ടിരുന്നത്. ഇയാൾ പെട്ടെന്ന് ചാടി ഇറങ്ങിയിട്ട് ട്രംപിനോട് പ്രതിഷേധമൊക്കെ പ്രകടിപ്പിച്ച് നേരെ ബ്രിട്ടനിൽ പോയി പുള്ളിയാണ് കലാപക്കൊടി അല്ലെ, മുൻനിരയിൽ നിന്ന് കലാപത്തിന് കൊടി പിടിക്കുന്നത് ഇലോൺ മസ്ക് ആണ്. ഇതെല്ലാം കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയമായിപ്പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് പെട്ടെന്ന് ഒരു ബ്രിട്ടീഷ് സന്ദർശനം അദ്ദേഹത്തിന്റെ അത് വന്നു, ട്രംപിന്റെ. അവിടെ ചെന്നപ്പോഴാണ് ഈ കുടിയേറ്റത്തിന്റെ ഭീകരതയും പിന്നെ സമരങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ തന്നെ അദ്ദേഹത്തിന് അറിയാൻ സംവിധാനങ്ങളുണ്ട്. എന്തായാലും നേരിട്ട് പോയൊരു പരിശോധന നടത്തിയപ്പോഴാണ് ബ്രിട്ടനിലെ സാഹചര്യം അദ്ദേഹത്തിന് മനസ്സിലാകുന്നത്. ഈ കുടിയേറ്റം വലിയ പ്രശ്നമായിട്ട് മാറുകയാണ്. അപ്പൊ അതിനെന്ത് പരിഹാരം ചെയ്യാൻ പറ്റും? പ്രത്യേകിച്ച് മുസ്ലിം കുടിയേറ്റമാണ് കാര്യമായിട്ട് വരുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? അതിനെക്കുറിച്ച് അദ്ദേഹം ആലോചിച്ചു. അപ്പോഴാണ് പറയുന്നത്, പണ്ടത്തെ പോലെ അദ്ദേഹം അവിടുത്തെ ഏതെങ്കിലും ആപ്പിൾ മരത്തിന്റെ ചുട്ടിൽ പോയിരുന്നായിരിക്കും ചിലപ്പോൾ ആലോചനയൊക്കെ നടത്തിയത്. അപ്പൊ ഒരു ആപ്പിൾ തടയിൽ വീണതായിരിക്കാം, അല്ലെങ്കിൽ ആപ്പിളുകൾ ഇങ്ങനെ പൊഴിയുന്നത് കണ്ടാണ് നമ്മുടെ ഐസക് ന്യൂട്ടൺ അല്ലെ. ഐസക് ന്യൂട്ടണ് പണ്ടതാണല്ലോ സംഭവിച്ചത്. 350-60 വർഷം മുമ്പ് അദ്ദേഹം ഇതുപോലെ ആപ്പിൾ തോട്ടത്തിൽ ഇരുന്നപ്പോഴാണ് ആപ്പിളുകൾ പൊഴിയുന്നു. ഒരു 1-2 ആപ്പിൾ അദ്ദേഹത്തിന്റെ തലയിലും വേണമെന്നാണ് പറയുന്നത്. അപ്പൊ അദ്ദേഹം ചിന്തിച്ചു, ഇതെന്തുകൊണ്ടാണ് താഴേക്ക് വരുന്നത്, ഇത് ആപ്പിളുകളൊക്കെ എന്താ മുകളിലേക്ക് പോകാത്തത് എന്ന് ന്യൂട്ടൺ ചിന്തിച്ചു. അങ്ങനെയാണ് ഗുരുത്വാകർഷണം അല്ലെ, ആ നിയമം അദ്ദേഹം കണ്ടുപിടിക്കുന്നത് അങ്ങനെയാണെന്നാണ് നമ്മൾ സയൻസ് ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞതുപോലെ ബ്രിട്ടനിലെ ഏതെങ്കിലും ആപ്പിൾ തോട്ടത്തിലെങ്ങാനും പോയിരുന്നതാണെന്ന് തോന്നുന്നു. എന്തായാലും ട്രംപിന്റെ തലയിൽ ഒരു ആപ്പിൾ വീണപ്പോഴാണ് പുള്ളിക്ക് പെട്ടെന്ന് കത്തി. ഇത് അമേരിക്കയിലെ കുടിയേറ്റം എങ്ങനെ തടയാൻ പറ്റും? അമേരിക്കയിലും കാര്യമായ കുടിയേറ്റം നടക്കുന്നുണ്ട്. അത് അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴ് ഇതെന്റെ 70% ആളുകൾ കുടിയേറുന്നത് ഇന്ത്യയിൽ നിന്നാണ്. ടെക്കികളടക്കം ഇന്ത്യയിൽ നിന്നാണ് 70% ആളുകൾ കുടിയേറുന്നത്. അതിന് ജനസംഖ്യാനുപാതമൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല, ഏത് സമുദായം പിന്നെ ജാതിക്കാരാണ് വരുന്നതെന്നുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. പക്ഷെ 70% കുടിയേറ്റം ഓരോ വർഷവും വരുന്നു. 50,000-ത്തിലധികം H1B വിസകൾ ആവശ്യമായിട്ട് വരുന്നു. അപ്പൊ എത്ര പൈസ കൊടുത്തിട്ടാണെങ്കിൽ ഇത് വാങ്ങിക്കാനായിട്ട് ആളുകൾ വരുന്നു. അതേപോലെ കമ്പനികളും തയ്യാറാകുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന്റെ അതിനൊരു പിന്നെ ഇനി പറഞ്ഞതുപോലെ ബ്രിട്ടനെ പോലെ വല്ല സാഹചര്യങ്ങളും അമേരിക്കയിൽ ഉണ്ടാകുമോ, എന്നാൽ പിന്നെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല പണി എന്ന് പറഞ്ഞാൽ ഈ വിസ അങ്ങ് നിർത്തിക്കളയാം. ഇപ്പൊ 5 ലക്ഷം രൂപയ്ക്ക് കിടക്കുന്നതിന് ഒരു വിസയ്ക്ക് 1 കോടി രൂപ കൊടുക്കണം എന്ന് പറഞ്ഞാൽ ആര് പോകും? അത് കൊടുക്കേണ്ടത് കമ്പനികളാണ്. ഇപ്പൊ കമ്പനികളും വലിയ കുഴപ്പത്തിലായിരിക്കുകയാണ്. കമ്പനികളോടാണ് തുക അടയ്ക്കാൻ പറയുന്നത്. അപ്പൊ കമ്പനികൾ എന്ത് ചെയ്യാൻ പറ്റും? അവരെ വലിയ പ്രതിസന്ധിയിലാകുകയാണ്. വലിയ ആഭ്യന്തര പ്രശ്നങ്ങളിലേക്ക് അദ്ദേഹം പെട്ടെന്ന് തള്ളിവിടുകയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ശക്തമായ പ്രതിഷേധം പിന്നെ അമേരിക്കക്കകത്ത് തന്നെ ഉണ്ട്, അദ്ദേഹത്തിന്റെ പാർട്ടിക്കകത്ത് തന്നെ ഉണ്ടെന്നാണ് പറയുന്നത്. റിപ്പബ്ലിക്കൻ പാർട്ടിക്കകത്ത് തന്നെ വലിയ പ്രശ്നങ്ങളാണ് നടക്കുന്നത്. അവര് തന്നെ അതിനകത്തിലെ പല ആളുകളും ചേരി തിരിയുന്നുണ്ട്. കാരണം അവരുടെ നിലനിൽപ്പാണ് അല്ലേ. ഇപ്പൊ നമ്മളെ പിന്നെ സഹായിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല ഈ കമ്പനികൾ നമ്മുടെ കുട്ടികളെ ടെക്കുകളെയൊക്കെ അമേരിക്കയ്ക്ക് റിക്രൂട്ട് ചെയ്തുകൊണ്ട് പോകുന്നത്. അവര് ഏറ്റവും നല്ല സ്കിൽഡാണ്, ലോകത്തിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല ടെക്കുകളാണ്. അവർ വളരെ എക്സ്പെർട്സ് ആണ് ഈ കാര്യങ്ങളില്. അതേപോലെ സമയം നോക്കാതെ ജോലി ചെയ്യുക, അങ്ങനെയാണല്ലോ നമ്മുടെ ഒരു ശീലം. നമ്മൾ സമയം നോക്കാതെ ജോലി ചെയ്യും. ഇതിന്റെയൊക്കെ സിസ്റ്റത്തിന്റെയൊക്കെ ചൂട്ടിൽ എത്ര മണിക്കൂറാണ് അവർ ജോലി, 10-18 മണിക്കൂർ വരെ ജോലി ചെയ്യാൻ അവർ തയ്യാറാണ്. അതേപോലെ തന്നെ വേതനത്തിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ അമേരിക്കൻകാരന് US പൗരന് അവിടെ കൊടുക്കുന്ന വേതനമൊന്നും ഇന്ത്യൻ തൊഴിലാളികൾക്ക് അവിടെ കിട്ടുന്നില്ല. അതിനെക്കാട്ടിൽ വളരെ കുറഞ്ഞ വേതനമാണ് അവർക്ക് കൊടുക്കുന്നത്. അപ്പൊ എന്തെല്ലാം മെറിറ്റാണ്. ഏറ്റവും മെറിറ്റോറിയസ് ആയിട്ടുള്ള ആളുകളെ കിട്ടുന്നു. അവരുടെ നന്നായിട്ട് അവർ ജോലി ചെയ്യുന്നു. കമ്പനി പറയുന്നതിന്റെ ഇരട്ടി പിന്നെ വർക്ക് ലോഡ് അവർ ചെയ്തു കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ വേതനത്തിനും കുറവ് കൊടുത്താൽ മതി. അമേരിക്കക്കാരെ നിയമിച്ച ഇതിന്റെ ഇരട്ടിയായിട്ട് മാറും. അപ്പൊ അതുകൊണ്ടാണ്, അല്ലാതെ ഇപ്പം നമ്മളെ അങ്ങനെ നന്നാക്കണം എന്നുള്ള ഉദ്ദേശത്തിലൊന്നും അല്ലല്ലോ അവരിതൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഇതേ രംഗം തടഞ്ഞു കളയാം. ഈ വിസ വഴി നമുക്കങ്ങ് തടയാമെന്നാണ് നോക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് അവിടുത്തെ കമ്പനികൾക്ക് പ്രശ്നമാകത്തില്ലേ.
അവർക്ക് ഇന്ത്യൻ തൊഴിലാളികളെ കിട്ടാൻ, ഇന്ത്യൻ ടെക്കുകളെ കിട്ടാതെ കഴിഞ്ഞാൽ അവിടുത്തെ കമ്പനികൾ പിന്നെ വലിയ പ്രതിസന്ധിയിലേക്ക് വരും. സായിപ്പിന്റെ അമേരിക്കൻ സായിപ്പിന്റെ കുഞ്ഞ അവിടെ 18 മണിക്കൂറൊക്കെ ജോലി ചെയ്യാൻ പോകുന്ന അവിടെ, അതേപോലെ അവൻ നല്ല ശമ്പളം കൊടുക്കുമ്പോൾ അതെടുത്ത് പറയാം. അവിടെ ഡിഗ്രി ലെവൽ പാസ്സാകുന്ന ഡിഗ്രി ബിരുദമുള്ള പിന്നെ ടെക്കുകൾക്കൊന്നും IT മേഖലയിൽ ജോലി കിട്ടുന്നില്ല. അവരൊന്നും മോശക്കാരായതുകൊണ്ടല്ലെന്നൊക്കെ അദ്ദേഹം ചില വാദങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട്. പക്ഷെ ഒന്നും നിലനിൽക്കുമെന്ന് തോന്നുന്നില്ല. ഈ പറഞ്ഞ പോലെ ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകും. അത് എന്തായാലും ഇന്ന് അതിനൊരു ക്ലാരിറ്റി വരുത്തിയിട്ടുണ്ട്. ആർക്കാണ് ഇത് ബാധകമാകുന്ന ക്ലാരിറ്റി വരുത്തിയിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ടും പ്രശ്നങ്ങൾ തീരുന്നില്ല. നമ്മുടെ പ്രധാനമന്ത്രി പ്രതികരിച്ചു. ഇന്നലെ ഈ വിഷയത്തെക്കുറിച്ച് തന്നെ പ്രതികരിച്ചു. അദ്ദേഹം ഗുജറാത്തിലെ ഒരു ചടങ്ങിലായിരുന്നു. ഗുജറാത്തിലെ 35,000 കോടി രൂപയുടെ ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കവേ നമ്മുടെ പ്രധാനമന്ത്രിനെ കുറിച്ച് പ്രതികരിച്ചു. അദ്ദേഹം പറയുന്നത് ലോകത്തില് ഇപ്പൊ ഇന്ന് ഇന്ത്യക്ക് ശത്രു രാജ്യങ്ങളൊന്നുമില്ല. നോക്കുക, അത്ര നല്ല വാക്കുകളാണ് വരുന്നത്. ലോകത്തിൽ അങ്ങനെ വലിയ ശത്രുക്കളൊന്നുമില്ല. അമേരിക്ക അടക്കം തന്നെ സൂചിപ്പിച്ചാണ് പറയുന്നത്. നമ്മുടെ ശത്രു എന്ന് പറയുന്നത് നമ്മൾ ഈ രാജ്യങ്ങളെ ആശ്രയിക്കുക എന്നുള്ളതാണ്. പരാശ്രയത്വം, അതാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത്. എന്തിനാണ് അവരെ ആശ്രയിക്കാൻ പോകുന്നത്? നമ്മൾ ലോകത്തിലെ 3ാമത്തെ സാമ്പത്തിക ശക്തിയാകാൻ പോവുകയാണ്. നമുക്കിവിടെ തന്നെ നമ്മുടെ ഇന്ത്യയുടെ നമ്മുടെ സ്വയം സ്വദേശി എന്നൊക്കെ പറയുന്നത് പോലെ അത്തരം പദ്ധതികളിലൂടെ അല്ലെങ്കിൽ അത്തരം അവസരങ്ങളിലൂടെ ഇന്ത്യ മുന്നേറണം. അവിടെ കിട്ടുന്നില്ലെങ്കിൽ ഇവിടെ തന്നെയുള്ള അവസരങ്ങൾ ഉണ്ടാക്കണം. ഇവിടെ തന്നെ നമുക്ക് എന്തെല്ലാം IT പിന്നെ ഹൈദരാബാദ് അടക്കം അല്ലെങ്കിൽ പിന്നെ ബാംഗ്ലൂർ അടക്കം ഐടിയുടെ വലിയ ലോകം നമുക്ക് ഉണ്ട് അവിടെ. അപ്പൊ അതിന്റെ സാധ്യതകൾ നമ്മൾ കണ്ടെത്തണം. നല്ല ഉൽപ്പന്നങ്ങൾ, നല്ല മേന്മയുള്ള സാധനങ്ങൾ കൊടുത്താൽ കഴിവുള്ള തൊഴിലാളികൾ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു നഗരങ്ങളിലും പോകേണ്ട കാര്യമില്ല. ഇപ്പൊ ചില ഭക്ഷണ പദാർത്ഥങ്ങളും അതൊക്കെ കിട്ടുന്നതിനായിട്ട് നമ്മൾ ടൗണിലും ഒക്കെ പോകേണ്ട കാര്യമുള്ളൂ. ടൗണിലൊന്നും പോകേണ്ട, അതൊക്കെ ചില ഗ്രാമപ്രദേശങ്ങളിലും ഉൾപ്രദേശങ്ങളിലുമാണ്. നല്ല സാധനങ്ങളാണെങ്കിൽ ആളുകൾ തേടി അങ്ങോട്ട് ചെല്ലും. നമ്മൾ ചില സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടില്ലേ, ചില കള്ള് ഷാപ്പുകളെ കുറിച്ചൊക്കെ കണ്ടിട്ടില്ലേ? അവിടെ നല്ല കറിയും കള്ളും ഒക്കെ കിട്ടുമെന്നൊക്കെ പറഞ്ഞ ചില ഷാപ്പുകളുണ്ട്. ആ ഷാപ്പുകളൊന്നും നഗരമധ്യങ്ങളിലൊന്നും അല്ലല്ലോ സ്ഥിതി ചെയ്യുന്നത്, അല്ലേ? ഏതെങ്കിലും പാടത്തിന്റെ പരമ്പത്തോ അല്ലെങ്കിൽ കുട്ടനാടോ പോലെ അല്ലെങ്കിൽ കാർഷിക ഇതുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് നിൽക്കുന്നത്. നിങ്ങൾ നല്ലത് കൊടുക്കുക. നല്ലത് കൊടുത്തു കഴിഞ്ഞാൽ അത് വാങ്ങാനായിട്ട് ആളുകൾ തീർച്ചയായിട്ടും ഉണ്ടാകും. അത് തന്നെയാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നത്. എന്തായാലും H1B വിസക്കാർ ഭയപ്പെടേണ്ട സാഹചര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അതിൽ കൃത്യമായി രാജഗോപാൽ സാർ പറഞ്ഞതുപോലെ ഒരു ക്ലാരിറ്റി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് അമേരിക്കൻ കമ്പനികൾ ട്രംപിന് മേൽ വ്യക്തമായ ഒരു സമ്മർദ്ദം ചെലുത്താൻ സാധ്യതയുണ്ട്. കാരണം മൈക്രോസോഫ്റ്റ് ഉൾപ്പെടെ അത്തരം ഒരു ആശങ്ക പ്രകടിപ്പിച്ചു കഴിഞ്ഞു. ഇന്ത്യക്കാർ പെട്ടെന്ന് തന്നെ ഒരു കൊഴിഞ്ഞുപോക്ക് അല്ലെങ്കിൽ അവരെ ഏതെങ്കിലും തരത്തിൽ ആശങ്കപ്പെട്ട് അവിടെ നിന്നും വിഡ്രോ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് അമേരിക്കൻ കമ്പനികൾക്ക് വളരെ വളരെ ദോഷകരമായി ബാധിക്കും. അമേരിക്കൻ കമ്പനികൾ ഇത്തരത്തിൽ ഇന്ത്യൻ ടെക്കുകളെ അങ്ങോട്ട് റിക്രൂട്ട് ചെയ്യുന്നത് സാർ പറഞ്ഞതുപോലെ തന്നെ അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തി കൊടുക്കാൻ മാത്രമല്ല, അത്രയേറെ ബുദ്ധി സാമർഥ്യമുള്ള കഴിവുകളുള്ള ആളുകളാണ് ഇന്ത്യയിലുള്ള ടെക്കുകൾ എന്ന തിരിച്ചറിവിൽ കൂടി തന്നെയാണ് ഈ കമ്പനികൾ ഇന്ത്യക്കാരെ എടുക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ഒരു സേവനം അമേരിക്കൻ കമ്പനികൾക്ക് ഇന്ത്യക്കാരായ ടെക്കുകളുടെ സേവനം ആവശ്യമാണ്. അതേസമയം ഇന്ത്യക്ക് മേൽ കനത്ത ഒരു സമ്മർദ്ദം ചെലുത്തുക, ഇതൊക്കെയാണ് ട്രംപ് ആഗ്രഹിക്കുന്നത്. അത്തരത്തിലാണ് ട്രംപിന്റെ ഒരു പ്രവർത്തനവും മുന്നോട്ട് പോകുന്നത്. എന്തായാലും H1B വിസ കാറ്റഗറിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടലിനോ അല്ലെങ്കിൽ പരിഹാരത്തിനോ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒരു ചർച്ചയുണ്ടാകുമോ? അല്ലെങ്കിൽ ട്രംപ് ഈ വിഷയത്തിൽ ഇന്ത്യൻ സമയം ഇന്ന് രാത്രിയോടുകൂടി ഒപ്പിട്ട് കഴിയുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ വരും മണിക്കൂറുകളിലും നാളെയും ഒക്കെ ആയിട്ട് അറിയാൻ സാധിക്കും. വ്യക്തമാണ്. താങ്ക് യു രാജഗോപാൽ സർ.